പ്രൈസ് ദി ലോർഡ്. 140 സങ്കീർത്തനം 12 വാക്യം. യഹോവ പീഡിതന് തൻ്റെ വ്യവഹാരവും ദരിദ്രന് തൻ്റെ ന്യായവും സാധിപ്പിച്ച് കൊടുക്കും, അഥവാ നടത്തിക്കൊടുക്കും. ദൈവത്തിന് മഹത്വം. പ്രത്യാശയുള്ള ഒരു പ്രഭാതത്തെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ വീണ്ടും ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ തരുണത്തിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ജീവിതത്തിലുള്ള 2 എമർജൻസി ഘട്ടം, ദുഃഖകരമായ സങ്കടകരമായ 2 സാഹചര്യങ്ങളെക്കുറിച്ചാണ് ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. 1, പീഡിതരായിരിക്കുക. 2, ദരിദ്രരായിരിക്കുക. ദാവീദിന് ഈ 2 അനുഭവം ഉണ്ടായിരുന്നു. താൻ പറയുകയാണ്, ഈ 2 അനുഭവത്തിലും ദൈവം കടന്നു വന്ന് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. അതൊരു സാക്ഷ്യമായി താൻ പ്രസ്താവിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ പീഡനം അനുഭവിച്ച സമയങ്ങൾ, തൻ്റെ വ്യവഹാരങ്ങൾ നടത്തുന്നതിനും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും തൻ്റെ കടപ്പാടുകൾ അത് നിറവേറ്റുന്നതിനും ഇല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷകൾ നിറവേറ്റുന്നതിനും തൻ്റെ ജീവിത ഭാരങ്ങൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടു പോകുവാൻ ഉള്ളതായ സാഹചര്യങ്ങളെ എല്ലാം വഴിമുട്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം. പോകുന്ന വഴിയിലെല്ലാം ആപത്ത് വിരിച്ചും കൊണ്ട്, കെണികൾ വിരിച്ചും കൊണ്ട് കാത്തിരിക്കുന്നതായ ശത്രുക്കൾ. എവിടെ പോയിരുന്നാലും അവന് വിരോധമായി സംസാരിക്കുന്ന ചില സാഹചര്യങ്ങൾ. അവന് ലാഭമായിരുന്നതൊക്കെ നഷ്ടമാക്കി കളയുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവൻ അർഹിച്ചിരുന്നതെല്ലാം അവനിൽ നിന്ന് എടുത്തു മാറ്റുന്നതായ ചില സാഹചര്യം. എവിടെ നോക്കിയിരുന്നാലും വിരോധികളെ കൊണ്ട് നിറഞ്ഞ ഒരു സമയം. അതിന് താൻ പേരിടുന്ന വാക്കാണ് പീഡിതൻ, അഫ്ലിക്റ്റഡ്. ദൈവത്തിന് മഹത്വം. 2ാമത്തെ സാഹചര്യം ദരിദ്രൻ. ഒന്നുമില്ലായ്മ, കയ്യിലൊന്നുമില്ല, ചെലവിനുമില്ല, കഴിക്കാനുമില്ല, കുടിക്കാനുമില്ല, ഉടുക്കാനും വളരെ ലോഭമായി, വളരെയധികം പാർപ്പിടമില്ല, എവിടെ പാർക്കണമെന്നറിയില്ല, വരുമാനമൊന്നുമില്ല, സാഹചര്യങ്ങൾ വളരെ മോശം. രോഗത്തിൻ്റെ അവസ്ഥ, ബലഹീനനാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാത്തതായ അനേക സാഹചര്യങ്ങൾ. ദരിദ്രനാണ്, ദാരിദ്ര്യമാണ്, ഒന്നുമില്ലായ്മയാണ്. ഈ സാഹചര്യത്തിലും പലപ്പോഴും തനിക്ക് ലഭിക്കാവുന്ന പല നന്മകളും ഉണ്ടെങ്കിലും ആ നന്മകൾക്ക് വേണ്ടി താൻ ഉയർത്തിയതായ വാക്കുകൾ ഒരു ഉത്തരമായി ന്യായമായി എങ്ങും ഭരിക്കാതെ വന്നതിനാൽ ആ ന്യായങ്ങളൊക്കെ തിരസ്കരിക്കപ്പെട്ടു. രാജാവിൻ്റെ അടുത്ത് പോയി, ഭരണാധികാരികളുടെ അടുത്ത് പോയി, ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്ത് പോയി, എങ്കിലും തൻ്റെ ന്യായത്തിന് എങ്ങും ഒരു സ്ഥാനം കിട്ടിയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയ്ക്ക് ദാവീദ് പറയുന്ന വാക്ക് ദരിദ്രൻ. പ്രൈസ് ദി ലോർഡ്. 1, പീഡിതൻ. എല്ലാം ഉണ്ടെങ്കിലും ഒന്നും അനുഭവിക്കുവാൻ സമ്മതിക്കാതെ കഷ്ടത്തിൽ, മാനസിക പ്രശ്നത്തിൽ, ശാരീരിക ഉപദ്രവത്തിൽ, അനർത്ഥങ്ങളിലും ആപത്തുകളിലും പെടുത്തുവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സ്വസ്ഥതയോടുകൂടി ഒരു രാത്രി പോലും ഉറങ്ങുവാൻ കഴിയില്ല. അപമാനം, മനുഷ്യരുടെ വെട്ടത്തിറങ്ങി നോക്കുവാൻ കഴിയാത്ത രീതിയിൽ അനേകം ആക്ഷേപം, പരിഹാസം, അർഹിക്കപ്പെട്ടതായ പല സ്ഥാനങ്ങളും നഷ്ടപ്പെടുത്തി ജീവിതത്തിൽ ലഭിക്കേണ്ടതായ പല നന്മകളെയും ഉയർച്ചകളെയും തിരസ്കരിക്കപ്പെട്ട അവസ്ഥ. പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി, തട്ടിപ്പറിച്ചു കൊണ്ടുപോയി, ഉപദ്രവിച്ച് അവർ അവശരാക്കിക്കളഞ്ഞു. പീഡിതൻ. സ്വന്തം ഭവനത്തിലും നാട്ടിലും എവിടെയും രാജ്യത്തുമെല്ലാം പീഡനം തന്നെ പീഡനം. 2ാമത്തെ അവസ്ഥ ദാരിദ്ര്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നു, ഈ 2 സാഹചര്യങ്ങളിലും ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. എൻ്റെ അവസ്ഥ അറിഞ്ഞ് ദൈവം സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി എന്നെ രക്ഷിച്ചതുകൊണ്ട്, ആ അനുഭവത്തിൽ കൊണ്ട്
വരുവാനിരിക്കുന്ന തലമുറയും അത് ഗ്രഹിക്കേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു ഗ്രാഹ്യമുണ്ടാകുവാൻ ഇതാ ഞാൻ എഴുതുന്നു. സങ്കീർത്തനത്തിൽ തൻ്റെ ലേഖനം അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. യഹോവ പീഡിതന് തൻ്റെ വ്യവഹാരവും ദരിദ്രന് തൻ്റെ ന്യായവും നടത്തി കൊടുക്കും. ഉറപ്പാണ്. ഒരുപക്ഷെങ്കിൽ തന്നേക്കുമെന്നല്ല. ദൈവത്തിന് മഹത്വം. നമുക്കറിയാം, ഈ ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് അടി ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾ, നമ്മളെല്ലാം അതിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ വിമാനത്തിന് ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ഒരു എൻജിൻ പ്രോബ്ലംസ്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓക്സിജൻ പ്രോബ്ലം, എയർ കണ്ടീഷൻ പ്രോബ്ലം, ജീവന് ഭീഷണിയായി അല്ലെങ്കിൽ ആ വിമാനം പറക്കാൻ സാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഗുരുതരമായ ഒരു സാഹചര്യങ്ങൾ അവരുടെ മുൻപിൽ വന്നാൽ പൈലറ്റ് മുഴുവൻ ദേശത്തും എല്ലാ പ്ലെയിനുകളിലും എയർപോർട്ടുകളിലും കേൾക്കാവുന്ന ഒരു സന്ദേശ സ്വിച്ചുണ്ട്, ഒരു സെൻസർ സ്വിച്ച്. ഇന്ന രാജ്യമെന്നില്ല, ഭാഷയെന്നില്ല, സകല രാജ്യങ്ങളിലും ആ വാക്ക് കേട്ടാൽ അറിയാം. ആ വാക്ക് എന്താണെന്ന് അറിയാമോ? മെയ്ഡേ, മെയ്ഡേ, മെയ്ഡേ. ഈ വാക്ക് എയർപോർട്ടിലെ റഡാറിൽ പതിയും, പറന്നു പോകുന്ന വിമാനങ്ങളിലെല്ലാം പതിയും, കേൾക്കാം. അവരുടെ കമ്പ്യൂട്ടറിൽ പതിയും, ഏതോ ഒരു പ്ലെയിൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, മെയ്ഡേ, മെയ്ഡേ, സഹായഹസ്തം ആവശ്യപ്പെടുന്നു, പെട്ടെന്ന് അവർക്ക് ലാൻഡ് ചെയ്യണം. എല്ലാം ലാൻഡ് ചെയ്യുമ്പോൾ അതിലെ യാത്രക്കാർക്ക് അപകടകരമായ ചില സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ ലാൻഡ് ചെയ്യുന്നതായ നിയറസ്റ്റ് എയർപോർട്ടിൽ സകല സജ്ജീകരണങ്ങളും ഒരുക്കണം എന്നുള്ള അഭ്യർത്ഥന എല്ലാം ആ വാക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, മെയ്ഡേ. എന്നാൽ ഒരു പ്ലെയിനിൽ അർജന്റ് അല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ടാകും. അപകടമുണ്ട് അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ട്, എന്നാൽ ജീവന് ഭീഷണിയില്ല, സുരക്ഷിതമായി ഇറങ്ങുവാനുള്ള സാഹചര്യമുണ്ട്, ഇറങ്ങിക്കഴിഞ്ഞ് ചില റിപ്പയർ ആവശ്യമുണ്ട് എന്നുള്ളതായ ഒരു സന്ദേശം അയക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുണ്ട് പാൻ, പാൻ, പാൻ. ജീവന് ഭീഷണിയില്ല, എന്നാൽ പ്രശ്നങ്ങളുണ്ട്. മെയ്ഡേ എന്ന് പറഞ്ഞാൽ ജീവന് ഭീഷണിയാണ്, ഉടനെ ലാൻഡിങ് ആവശ്യമാണ്, സുരക്ഷിതമായിട്ടുള്ള സകല സജ്ജീകരണങ്ങളും എയർപോർട്ടിൽ ഒരുക്കണം. നിന്റെ അപേക്ഷയ്ക്കനുസരിച്ചുള്ളതായ സജ്ജീകരണമാണ് അവിടെ ഒരുക്കപ്പെടുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കടന്നു പോകുന്നതായ പാത, നീ ഒരു പീഡിതനാണെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ചില വ്യവഹാരത്തിൻ്റെ സാധ്യതയുമായി ഇറങ്ങി വരും. നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ, നിന്റെ കടപ്പാടുകൾ, നിന്റെ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടുമുള്ള കടപ്പാടുകൾ നിറവേറ്റുവാൻ അത്ഭുതകരമായ വഴികൾ, അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കും. നിനക്ക് നിഷേധിക്കപ്പെട്ട പല കാര്യങ്ങളിലും ദൈവം ചില ഇടപാടുകൾ നടത്തും. നിന്റെ കടങ്ങൾ മനുഷ്യരാൽ തീർക്കാൻ കഴിയത്തില്ലെങ്കിലും സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരുമ്പോൾ അതിനൊരു പരിഹാരമുണ്ടാകും, വ്യവഹാരമുണ്ടാകും. ആ വ്യവഹാരം മുടങ്ങിക്കിടക്കുന്നതാണ്, മുന്നോട്ട് നീങ്ങുവാൻ കഴിയാത്ത രീതിയിൽ നിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ അതേ അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഗർവികൾ ഞാൻ പോകുന്നിടത്തൊക്കെയും വല വിരിച്ചിരിക്കുക, വഴിയിൽ എങ്ങോട്ടും തിരിയാനൊക്കത്തില്ല, കെണികളാണ്, മൈനുകൾ വിധിച്ചിരിക്കുക. നിന്റെ യാത്രാ വിമാനം അല്ലെങ്കിൽ യാത്രാ കപ്പൽ പൊട്ടിത്തെറിക്കത്തക്ക രീതിയിൽ നീ കാണാത്ത രീതിയിൽ മൈനുകൾ വിതറിയിരിക്കുക. എന്നാൽ ഏത് രീതിയിലുള്ള സഹായമാണ് ദൈവത്തിന് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സഹായമാണ് നീ ദൈവത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ആ സഹായവുമായിട്ടാണ് ദൈവം ഇറങ്ങി വരുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷയും ഒക്കെ പാൻ, 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 അർജന്റില്ല, എന്നാലും പ്രശ്നങ്ങളുണ്ട്, അനുഗ്രഹിക്കണമേ കർത്താവേ. അപ്പോൾ അവിടെയും ചില സാവകാശങ്ങൾ ദൈവം വയ്ക്കുന്നു. നിന്റെ പ്രാർത്ഥനയും നിലവിളിക്കും അനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് മറുപടി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ഒരു മെയ്ഡേ, മെയ്ഡേ പറഞ്ഞാൽ ദൈവം ഓടിയെത്തുമെന്നല്ല. നിന്റെ മെയ്ഡേ എങ്ങനെയുള്ള മെയ്ഡേ ആണെന്ന് നീ ആരെന്ന് ദൈവം പരിശോധിക്കും. ഏത് രീതിയിലുള്ള സഹായമാണ് നിനക്ക് ആവശ്യമുള്ളത്, നിന്നിൽ എന്ത് പ്രശ്നമെന്ന് ദൈവത്തിന് പരിശോധിക്കാൻ അറിയാം. ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ദാവീദ് പറയുന്നു, ഞാൻ പലപ്പോഴും പീഡിതനായി,
വാസ്തവമായി പീഡനം അനുഭവിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പീഡിതരാണോ? വെറുതെ വാക്കിനാലുള്ള പീഡിതമല്ല, അനുഭവത്തിൽ കൂടെ നിങ്ങൾ പീഡിതനാണ്. പീഡനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിന്റെ അവകാശങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിനക്ക് ലഭിക്കേണ്ടതായ ന്യായങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെട്ട്, അവഗണിക്കപ്പെട്ട്, നീ പരിഹസിക്കപ്പെട്ട്, താഴ്ത്തപ്പെട്ട്, നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നിനക്കും വേണ്ടി ഒന്നും ഛർദ്ദിച്ചു വയ്ക്കുവാൻ, അല്ലെങ്കിൽ നിനക്ക് ലഭിക്കേണ്ടത്, നീ കഴിക്കേണ്ടതുമായ ആഹാരം നിന്റെ മുമ്പിൽ നിന്നും വലിച്ചു കൊണ്ടുപോകുന്ന അനുഭവം പീഡനമാണ്. ദേഹോപദ്രവം പീഡനമാണ്. വാക്കുകൊണ്ട് നിനക്ക് തരുന്നതായ പരിഹാസം പീഡനമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ താഴ്ത്തിക്കളയുന്നത് പീഡനമാണ്. പക്ഷെങ്കിൽ നിന്റെ പ്രാർത്ഥനയും നിലവിളിയും സ്വർഗത്തിൽ ആ വിഷയങ്ങൾ എത്തുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം, സർവശക്തനായ ദൈവം, പീഡിതന്മാർക്ക് വേണ്ടി മനസ്സരിഞ്ഞ് താണിറങ്ങി വരുന്ന ദൈവം അവർക്ക് വേണ്ടി വ്യവഹാരം നടത്തും. എന്ന് പറഞ്ഞാൽ ഗോഡ് വിൽ ഡു യുവർ ബിസിനസ്. നിന്റെ ബിസിനസ് ദൈവം നടത്തി തരും. കൊടുക്ക വാങ്ങലുകൾ അവൻ നടത്തും. ചെയ്തികൾ അവൻ നടത്തും. അടഞ്ഞു കിടക്കുന്നത് പലതും നിന്റെ മുൻപിൽ തുറന്നു വരുവാൻ അസാധ്യമായി തീരും. ചില കടങ്ങൾ നീ ഓർത്തു നോക്കുമ്പോൾ ഹൃദയസ്തംഭനമുണ്ടാകുന്ന കടങ്ങൾ എങ്ങനെ വീട്ടും? പക്ഷേ ദൈവത്തിനൊരു വഴിയുണ്ട്. സ്വർഗം ഒരു പദ്ധതി നിനക്ക് വേണ്ടി ഒരുക്കും. വാസ്തവമായി നീ പീഡിതനാണെങ്കിൽ ദൈവം പീഡിതന്മാർക്ക് വേണ്ടി എഴുന്നേൽക്കും. ദാരിദ്ര്യ അനുഭവം പലപ്പോഴും ദൈവം നമ്മെ ദാരിദ്ര്യ അനുഭവത്തിൽ കൂടെ നടത്തും. ആ ദാരിദ്ര്യത്തിൽ നാം പിറുപിറുക്കുന്നവരാണോ? അതോ നിന്റെ ദാരിദ്ര്യം എപ്പോഴും സ്വർഗത്തോട് നീ അറിയിക്കുന്നവനാണോ? അതിന് പാൻ എന്ന് പറയും. ജീവന് ഭീഷണിയല്ല ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. പിറ്റേ ദിവസം ദാരിദ്ര്യം കൊണ്ട് മരിക്കുന്നതല്ല, ജീവനിൽ നിൽക്കുകയാണ്. എന്നാൽ അപകടങ്ങളുണ്ട്, പല സഹായങ്ങളും നിനക്ക് ആവശ്യമുണ്ട്. ആ ദാരിദ്ര്യത്തിന് മുൻപിൽ നിന്നെ പോഷിപ്പിക്കുവാൻ സർവശക്തൻ ഇറങ്ങി വരും. നിന്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഒരു പോഷണവുമായി ദൈവം ഇറങ്ങി വരും. അവരുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി കൊടുക്കും. എപ്പോഴും നീ നിന്റെ ദാരിദ്ര്യത്തെ കണ്ട് നീ വിഷമിക്കുന്നുണ്ടാകാം. മനുഷ്യരുടെ മുൻപിൽ നിന്റെ ദാരിദ്ര്യം പറഞ്ഞ് നാണം കെടരുത്. നിന്റെ ഇല്ലായ്മകൾ പറഞ്ഞ് നീ പരിഹസിക്കപ്പെടരുത്. നിന്നെ ദരിദ്രനാക്കിയത് മനുഷ്യരല്ല, ദൈവമാണ് ആക്കിയത്. ആ ദൈവത്തിന് നിന്നിൽ ചില പദ്ധതി കാണും. ഇന്ന് നീ ദരിദ്രനാണെങ്കിലും നാളത്തെ സമ്പന്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും. ഈ ലോകത്തിലെ സമ്പന്നതയും ഈ ലോകത്തിലെ മഹത്വവും ഒരുപക്ഷെങ്കിൽ ദൈവം നിനക്ക് തന്നിരിക്കത്തില്ല. എന്നാൽ ഒരു സമ്പന്നനേക്കാൾ കൂടുതൽ സമാധാനം നിന്റെ ഭവനത്തിൽ ദൈവം വാഴുമാറാക്കും. നിന്റെ അത്താഴത്തിൽ പ്രശ്നങ്ങളില്ലാത്ത അത്താഴം, വഴക്കും ബഹളവും കോലാഹലവും ഇല്ലാത്ത ഒരു രാത്രി നിന്റെ ഭവനത്തിൽ കാണും. പക്ഷെങ്കിൽ സമ്പന്നനെന്ന് നീ കാണുന്നവരുടെ ഭവനത്തിൽ പലപ്പോഴും സമാധാനം ഉണ്ടായിരിക്കില്ല, സ്വസ്ഥതയുണ്ടായിരിക്കില്ല. നിന്റെ ഭവനത്തിലോ സമാധാനം ഇറങ്ങി വരുന്നു. ആ സമാധാനം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ, നിന്റെ കുടുംബത്തിൽ തരുവാനായിരിക്കാം ഒരുപക്ഷെങ്കിൽ ദൈവം നിന്നെ ദരിദ്രനാക്കി വെച്ചിട്ടുള്ളത്. നിന്റെ കടപ്പാട് നീ ഏതവസ്ഥയിൽ ഇരിക്കുന്നെന്ന് ദൈവത്തോട് അറിയിക്കുക. ആ അറിവ് ദൈവത്തിൽ എത്തുമ്പോൾ അവൻ നിന്നെ വഴി നടത്തുവാൻ ശക്തനായി ബുദ്ധി ഉപദേശങ്ങളുമായി, സന്ദേശങ്ങളുമായി, ചില പോംവഴികളുമായി ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വീണ്ടും വരാം. 140 സങ്കീർത്തനം 12 വാക്യം. യഹോവ പീഡിതന് തൻ്റെ വ്യവഹാരവും ദരിദ്രന് തൻ്റെ ന്യായവും സ്ഥാപിച്ചു കൊടുക്കും, നടത്തി കൊടുക്കും. അവനിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ആ മഹത്വത്തെ അനുഭവിക്കുവാൻ, സ്വർഗത്തിൽ നിന്ന് അനുഭവിക്കുവാൻ തക്ക ഒരു യോഗ്യതയുള്ള, ദൈവഭയമുള്ള മനുഷ്യനായി, നീതിമാനായി ദൈവം നിന്നെ കാക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.